ഞങ്ങളുടെ പ്രിയരാം സോദരനെ, ഹരീഷ് എന്നൊരു സോദരനെ തല്ലിച്ചതച്ചൊരു പോലീസ്, കൊട്ടാരക്കര പോലീസ്. തീക്കളിയാണ്, 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 തീക്കളിയാണ്. ഗിരീഷിനെ അതിമൃഗീയമായി തല്ലിച്ചാഴ്ച പോലീസുകാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഈ ഭാരതീയ ജനതാ പാർട്ടി, ഇതിന്റെ പുറകിൽ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഈ പ്രതിഷേധത്തില്ല, സമരത്തിന്, ഇത് ഓണത്തിന് മുമ്പുള്ള ഒരു സൂചനാ സമരം മാത്രമാണ്. ഈ സൂചനാ സമരം കണ്ട് ഈ പോലീസ് അധികാരികൾ അതിശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഓണം കഴിഞ്ഞ് അതിശക്തമായ സമര പരിപാടികളുമായിട്ട് BJP മുന്നോട്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇങ്ങനെയൊരു പോലീസ് സ്റ്റേഷന് മുൻപിൽ ധർണ നടത്താനുള്ള സാഹചര്യം ഏവർക്കും അറിയാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പത്ര, ദൃശ്യ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, കൊട്ടാരക്കരയുടെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ക്രൈം SI ആയിരുന്ന കാക്കിയിട്ട ക്രിമിനലായിട്ടുള്ള SI പ്രദീപിന്റെയും കൂട്ടാളികളുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള 3-ാം മുറ ഒരു പാവപ്പെട്ട യുവാവിനെ, കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശിയായിട്ടുള്ള ഒരു പാവപ്പെട്ട യുവാവിനെ അതിമൃഗീയമായി മർദ്ദിച്ച് നട്ടൊല്ലടിച്ചൊഴിച്ച ഇവിടുത്തെ കാക്കിയിട്ട കള്ള രാക്ഷസന്മാർക്കെതിരെയാണ് ഈ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്ത് തെറ്റാണ് ഹരീഷ് ചെയ്തതെന്ന് ഇവിടുത്തെ SHO ജയകൃഷ്ണൻ വ്യക്തമാക്കണം, ഇവിടുത്തെ DYSP ബൈജു സാർ വ്യക്തമാക്കണം, ഇവിടുത്തെ SP ആയിട്ടുള്ള ശ്രീ സാബു സാർ വ്യക്തമാക്കണം. എന്ത് തെറ്റാണ് യുവാവ്? ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷന് വന്ന ഒരു ഉദ്യോഗസ്ഥൻ അത് മദ്യലഹരിയാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ ആ തരത്തിൽ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാഹനത്തിന് സൈഡ് കൊടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് തർക്കം. പോലീസുകാരന്മാർ രാജാവാണെന്ന് തൊപ്പിയിട്ട രാജാവാണെന്നാണ് ഇവന്മാരുടെയൊക്കെ വിചാരം. അപ്പോ ഇറങ്ങി വന്ന് രാജാവിന് വഴി കൊടുത്തില്ല. ഹരീഷിനെ തെറ്റതാണ്, രാജാവിന് വഴി കൊടുക്കാത്തത് കൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ അയാളെ ഇറങ്ങി അകാരണമായി അസഭ്യം പറയുകയും അയാളെ പിടിച്ചു തള്ളുകയും ചെയ്തു. മഫ്തിയിലാണ്, നമ്മൾ ഓർക്കണം. സ്വാഭാവികമായി പിടിച്ചു തള്ളിയപ്പോൾ തിരിച്ചും പിടിച്ചു തള്ളാനുള്ള സാഹചര്യം ഉണ്ടായി. അതിന് അവിടെ തീർന്ന സംഭവം, അവിടെ കഴിഞ്ഞ സംഭവത്തെ മറ്റൊരു രീതിയിൽ വന്ന് ഇവിടെ ചിത്രീകരിച്ച് ഇവിടുത്തെ ഗുണ്ടാ തലവനോട് ഒന്ന് പറയുകയുണ്ടായ പോലീസുകാരൻ, ഇവിടുത്തെ ഗുണ്ടാ തലവൻ കൊട്ടേഷൻ നേതാവായിട്ടുള്ള SI പ്രദീപ് ഒന്നും നോക്കില്ല. അപ്പോഴാ കേരള മക്കളെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ക്രിമിനലുകളുടെ കൂട്ടി ഒരു സ്വകാര്യ വാഹനം, ആ ചുമന്ന സ്വകാര്യ വാഹനം ആരുടെയാണെന്ന് വ്യക്തമാക്കണം. നിയമത്തിന് മുൻപിൽ കൊണ്ട് ചുമന്ന ബ്രീസ കാറാണെന്നാണ് പറയാനുള്ളത്. ഒന്നെങ്കിൽ അത് SI പ്രദീപിന്റെ വാഹനം, അല്ലെങ്കിൽ ഡ്രൈവർ ശ്രീരാജിന്റെ വാഹനം.